ഡോക്ടർ എൻ.ആർ. മധു, ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? പ്രത്യേകിച്ച് ഈ അരവിളി രാമകൃഷ്ണനെ ജാതീയമായി നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് കലാമണ്ഡലം സത്യഭാമ രംഗത്ത് വന്നിരിക്കുന്നത്. കാക്കയുടെ നിറമായതുകൊണ്ട് മോഹിനിയാട്ടം കളിക്കാൻ രാമകൃഷ്ണൻ അർഹതയില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? അത് അങ്ങേയറ്റം നിഷേധാത്മകമായ ഒരു സമീപനമാണ്. RV രാമകൃഷ്ണൻ എന്ന അദ്വിതീയനായ കലാകാരൻ, അദ്ദേഹം കഴിഞ്ഞ നവരാത്രി കാലത്ത് കേസരി ഭവനിൽ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ച് ആദരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഏത് സ്ത്രീ മോഹിനിയാട്ടം ചെയ്യുന്നതിലും ഗംഭീരമായി ലാസ്യഭാവത്തെ അവതരിപ്പിച്ചു. അത് ശരീരത്തിന്റെ നിറം കൊണ്ടല്ല മോഹിനിയാട്ടം ആടുന്നത്. ഈ കലാമണ്ഡലം സത്യഭാമ ഏതർത്ഥത്തിലാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ കലാമണ്ഡലത്തില് ഏത് ഗുരുവാണ് ഈ നൃത്തത്തില്, പ്രത്യേകിച്ച് ഈ ലാസ്യമാടേണ്ട മോഹിനിയാട്ടത്തില് നിറം വളരെ ബാധകമാണ് എന്ന് പറയുന്നത്? പുരുഷന് നിഷിദ്ധമാണ് ഈ നൃത്തം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് സത്യത്തില് അവരുടെ മനസ്സിലുള്ള ഒരു ജാതിബോധത്തിന്റെയും വർണ്ണവെറിയുടെയും പ്രകടനമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അത് കലാലോകം ഇതിനെ തള്ളി പറയേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. അദ്വിതീയനായ ഒരു കലാകാരനാണ് RV രാമകൃഷ്ണൻ. ഡോക്ടർ എൻ.ആർ. മധു, ഇവിടെ സത്യഭാമയുടെ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട ചില സമൂഹ മാധ്യമങ്ങളിലടക്കം വരുന്ന ചില പരാമർശങ്ങൾ സത്യഭാമ സംഘപരിവാർ ബന്ധമുള്ള ഒരു കലാകാരിയാണ്, RSSുമായി ബന്ധമുള്ള കലാകാരിയാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. എങ്ങനെയാണ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ താങ്കൾ മുഖവിലേക്കെടുക്കുന്നത്? അശോകൻ ചെരുവിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അശോകൻ ചെരുവിലിന്റെ പേരിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന് ഒരു അല്പം ചെരിവുണ്ടെന്നുള്ളത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ചെരിവ് എങ്ങോട്ടാണെന്നുള്ളത്. ആ അർത്ഥത്തിലേ ഞാനതിനെ വില കൽപ്പിക്കുന്നുള്ളൂ. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ കലാമണ്ഡലം സത്യഭാമയുടെ ഒരു ലേഖനം കേസരിയിൽ വന്നിരുന്നു. അത് കലാസംബന്ധമായ ഒരു ലേഖനമാണ്. ആ കലാസംബന്ധമായ ലേഖനം അവരുടെ രാഷ്ട്രീയമോ അവരുടെ മറ്റു നിലപാടുകളോ അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. അത് ആര് തന്നാലും അത് നമ്മൾ കൊടുക്കും. അതിൽ നിഷേധാത്മകമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഇവിടെ എഡിറ്റർമാർ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ RSS ആണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? കേസരിയിൽ എഴുതുന്നവരെല്ലാവരും RSS ആണോ? ഇടതുപക്ഷത്തിന്റെ എത്രയോ ആൾക്കാർ കേസരിയിൽ എഴുതാറുണ്ട്. ഇടതുപക്ഷ ചിന്താഗതിയുള്ളവര്, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ചിന്താഗതിയുള്ളവര്, മറ്റ് മതചിന്താഗതികളുള്ളവരൊക്കെ കേസരിയിൽ എഴുതാറുണ്ട്. അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ എഴുതുന്നവരെല്ലാവരും മാർക്സിസ്റ്റുകാരാണെന്നോ അല്ലെങ്കിൽ വീക്ഷണത്തിൽ എഴുതുന്നവരെല്ലാം കോൺഗ്രസ്സുകാരാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സത്യഭാമയെ പോലെയുള്ള ഒരു കലാകാരി നടത്തുന്ന ഇത്തരം നിഷേധാത്മകമായ ബോഡി ഷെയ്മിങ്ങിനെയോ അല്ലെങ്കിൽ ജാതീയമായ പരാമർശങ്ങളെയോ വർണ്ണവെറിയോ ഒക്കെ പിന്തുണയ്ക്കണമെന്ന യാതൊരു ബാധ്യതയും സംഘപരിവാർ സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നുമില്ല. അതിനെ അങ്ങേയറ്റം അധിക്ഷേപാർഹമായ സംഗതിയാണ് നിഷേധിക്കുന്നത്. എന്ന് മാത്രമല്ല, രാമകൃഷ്ണനെ ഈ കഴിഞ്ഞ നവരാത്രി കാലത്ത് കേസരി വിളിച്ച് ആദരിക്കുകയും അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടം ഇവിടെ ഏതാണ്ട് 2 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ കലാപ്രകടനം ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ മോഹിനിയാട്ടം പുരുഷൻ ആടുന്നതിന്റെ സവിശേഷതകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് എങ്കിൽ കേസരിയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്കോ ഇത്തരം ജാതി വിവേചനം ഉണ്ടെങ്കിൽ ഈ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കേണ്ട ആദരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കേസരിയെ സംബന്ധിച്ച് ഇതിനെ നമ്മൾ കലാമൂല്യങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതേസമയം ഇടതുപക്ഷം അങ്ങനെയല്ല. നമുക്ക് ഗുരുവായൂര് വിഷയം അറിയാം. ഗുരുവായൂര് ക്ഷേത്രവാദ്യങ്ങൾ ഉപയോഗിക്കാൻ ഈ ചില സമുദായങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തിന്റെ CAT യൂണിയനാണ്. നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം മഹത്വവചനങ്ങളൊന്നും അശോകൻ ചെരുവിലൊന്നും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.